Next, we will study the convolution theorem of Laplace transform. Convolution theorem ഉപയോഗിച്ച് inverse Laplace transform കാണുന്ന ടെക്നിക്കാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമേ convolution എന്ന definition നമ്മൾ ഡിസ്കസ് ചെയ്യാം. Suppose f of t and g of t are any two functions of t. Then the convolution of f of t and g of t denoted by f of t star g of t and is defined by f of t star g of t is equal to integral 0 to t f of u g of t minus u du. f of t യും g of t യും ഏതെങ്കിലും രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ f of t യുടെയും g of t യുടെയും കൺവല്യൂഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഡിനോട്ട് ചെയ്യുന്ന ഇതാണ് f of t star g of t. സ്റ്റാർ ആണ്, പ്രോഡക്റ്റ് അല്ല. കൺവല്യൂഷൻ ഓഫ് f of t and g of t is denoted by f of t star g of t and is defined by ഈ കൺവല്യൂഷന്റെ ആൻസർ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to t f of u g of t minus u du. This is the definition of convolution of f of t and g of t. Convolution എന്താണ് എന്ന് അറിയാമെങ്കിൽ കൺവല്യൂഷൻ തിയറം ഉപയോഗിച്ച് അതിന്റെ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. കൺവല്യൂഷൻ തിയറം എന്താണ് പറയുന്നത്? f bar s ന്റെ ഇൻവേഴ്സ് f of t ആണെന്നും g bar s ന്റെ ഇൻവേഴ്സ് g of t ആണ് എന്നും അറിയാമെങ്കിൽ L inverse of f bar s into g of s is equal to f of t star g of t എന്നുള്ളതാണ് കൺവല്യൂഷൻ തിയറം പറയുക. കൺവല്യൂഷൻ തിയറം states that inverse Laplace transform of f bar s into g bar s is equal to convolution of f of t and g of t, that is f of t star g of t. f of t star g of t യുടെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? f of t star g of t യുടെ വാല്യൂ എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ആണ്. that is integral 0 to t f of u g of t minus u du. ഈ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ഏതൊക്കെ പ്രോബ്ലത്തിൽ നമുക്ക് കൺവല്യൂഷൻ തിയറം ഉപയോഗിച്ച് ചെയ്യാം? ഏതൊക്കെ പ്രോബ്ലം ആണ് കൺവല്യൂഷൻ തിയറം ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുക? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നതിന് ശേഷം ഒരു ബ്രാക്കറ്റിൽ രണ്ട് ടേംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് ടേംസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് വരണം. എഫ് ബാർ എസ് ആദ്യത്തെ ടേമും ജി ബാർ എസ് രണ്ടാമത്തെ ടേമും. രണ്ട് ടേമിന്റെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന ഫംഗ്ഷൻസിന്റെ ഇൻവേഴ്സ് കാണാനാണ് കൺവല്യൂഷൻ തിയറം ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ L inverse of 1 by s into s by 1 divided by s square plus a square. രണ്ട് ടേമിന്റെ പ്രോഡക്റ്റ് ആണ്. എഫ് ബാർ എസ് എന്ന് പറയുന്നത് 1 by s ഉം ജി ബാർ എസ് എന്ന് പറയുന്നത് 1 by s square plus a square ആണ്. ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിന്റെ ഇൻവേഴ്സ് കാണാനാണ് നമ്മൾ കൺവല്യൂഷൻ തിയറം ഉപയോഗിക്കുക. മറ്റൊരു എക്സാമ്പിൾ ആണെങ്കിൽ N inverse of 1 by s minus a into s divided by s square minus a square. ഈ ടൈപ്പ് പ്രോബ്ലം ഒക്കെ നമുക്ക് കൺവല്യൂഷൻ തിയറം ഉപയോഗിച്ച് എഴുതാം. എഫ് ബാർ എസ് എന്ന് പറയുന്നത് 1 by s minus a, ജി ബാർ എസ് എന്ന് പറയുന്നത് 1 by ജി ബാർ എസ് എന്ന് പറയുന്നത് s by s square minus a square. രണ്ട് ടേമിന്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുന്നുണ്ട്. എഫ് ബാർ ഓഫ് എസ് ഇൻറ്റു ജി ബാർ ഓഫ് എസ്. ഇങ്ങനെയുള്ള പ്രോബ്ലത്തിന്റെയാണ് നമുക്ക് കൺവല്യൂഷൻ തിയറം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുക. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. യൂസിങ് കൺവല്യൂഷൻ തിയറം ഫൈൻഡ് ദി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 5 divided by s square plus 1 into s square plus 25. എല്ലാ വർഷവും യൂണിവേഴ്സിറ്റിക്ക് കൺവല്യൂഷൻ തിയറം ഉപയോഗിച്ചുള്ള ഒരു പ്രോബ്ലം ചോദിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. L inverse of, നമ്മൾ ആദ്യമേ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള ടേമിനെ രണ്ട് ടേംസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റി എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സോ ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം. ആദ്യത്തെ ടേമിനെ നമ്മൾ എഫ് ബാർ എസ് എന്ന് വിളിക്കും, രണ്ടാമത്തെ ടേമിനെ നമ്മൾ ജി ബാർ എസ് എന്ന് വിളിക്കും. ഇത് ഒന്ന് റീറൈറ്റ് ചെയ്യാമോ? ദാറ്റ് ഈസ് 1 divided by s square plus 1 into 5 divided by s square plus 25. ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള ടേം 5 divided by s square plus 1 into s square plus 25 എന്നുള്ളതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. രണ്ട് ടേമിന്റെ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റി എഴുതിയിരിക്കുന്നു. 1 divided by s square plus 1 into 5 divided by s square plus 25 which is equal to L inverse of ആദ്യത്തെ ടേമിനെ നമ്മൾ എഫ് ബാർ എസ് എന്ന് വിളിക്കും, രണ്ടാമത്തെ ടേമിനെ നമ്മൾ ജി ബാർ എസ് എന്ന് വിളിക്കും. വേർ എഫ് ബാർ എസ് ഇസ് ഈക്വൽ ടു ആദ്യത്തെ ടേമിനെയാണ് നമ്മൾ എഫ് ബാർ എസ് എന്ന് വിളിക്കുക, ദാറ്റ് ഈസ് 1 by s square plus 1. രണ്ടാമത്തെ ടേമിനെ നമ്മൾ ജി ബാർ എസ് എന്ന് വിളിക്കും. ജി ബാർ എസ് എന്ന് പറയുന്നത് 5 divided by s square plus 25 ആണ്. എഫ് ബാർ എസ് 1 by s square plus 1 ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് എഫ് ഓഫ് ടി എന്തായിരിക്കും? L inverse of f bar s is equal to L inverse of 1 by s square plus 1. What is inverse of 1 by s square plus 1? ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. That is sin t. f of t യുടെ വാല്യൂ sin t ആണെങ്കിൽ what is f of u?
എങ്ങനെയാണ് എഫ് ഓഫ് ടിയിൽ നിന്ന് എഫ് ഓഫ് യുവിന്റെ വാല്യൂ കണ്ടുപിടിക്കുക? ജസ്റ്റ് റീപ്ലേസ് ടി ബൈ യു. ടിക്ക് പകരം യു കൊടുക്കുക. സോ യു വിൽ ഗെറ്റ് സൈൻ ടി ബിക്കംസ് യു സൈൻ യു. സോ എഫ് ഓഫ് യുവിന്റെ വാല്യൂ സൈൻ യു ആണ്. ഇനി ജി ബാർ എസ് നോക്കിക്കുക. ജി ബാർ എസ് ഇസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 25. സോ വാട്ട് ഈസ് ജി ഓഫ് ടി? ദാറ്റ് ഈസ് ഇൻവേഴ്സ് ഓഫ് ജി ബാർ എസ്, which is equal to inverse of 5 divided by s square plus 25. What is inverse of 5 divided by s square plus 25? You can take 5 outside. That is L inverse of 1 by s square plus 5 square. 25 is 5 square. So this is a standard result. That is 5 into 1 divided by s square plus a square. Standard result ആണ് 1 divided by s square plus a square ന്റെ inverse എന്ന് പറയുന്നത് 1 by a sin 18 ആണ്. So the answer is 5 into 1 by 5 is 1 sin 5t. So this is g of t. So what is g of t minus u? g of t യിൽ നിന്ന് g of t minus u ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്ത് ചെയ്താൽ മതി? t എവിടെയെങ്കിലും ഉണ്ടോ അവിടെയൊക്കെ t ക്ക് പകരം t minus u കൊടുക്കുക. Replace t by t minus u. You will get g of t minus u is equal to sine of 5 into t minus u. That is equal to sine, the bracket open, g of 5 into t, 5t, minus 5 into u, that is 5u. So we got the values of f of u and g of t minus u. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് തിരിച്ചു വരാം. എന്താണ് കൺവല്യൂഷൻ തിയറം പറയുക? L inverse of product of two terms. എന്താണ് കൺവല്യൂഷൻ തിയറം സജസ്റ്റ് ചെയ്യുക? ഇവിടെ നോക്കുക. കൺവല്യൂഷൻ തിയറം പറയുന്നത് L inverse of f bar s into g bar s എന്ന് പറയുന്നത് f of t star g of t ആണ്. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So this is equal to f of t star g of t. But what is the value of f of t star g of t? f of t star g of t എന്ന് പറഞ്ഞാൽ കൺവല്യൂഷൻ ആണ്. കൺവല്യൂഷൻ ഓഫ് ടു ഫംഗ്ഷൻസ് f of t and g of t, which is equal to integral 0 to t f of u into g of t minus u into du. That is integral 0 to t f of u into g of t minus u du. ഈ ഇന്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ ഇന്റഗ്രേഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് നോക്കിയാൽ മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു So this is equal to integral 0 to t f of u. f of u ന്റെ വാല്യൂ sin u ആണ്. into g of t minus u. g of t minus u ന്റെ വാല്യൂ sin 5t minus 5u du. u കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് sin u into sin 5t minus 5u നെ ഇന്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു u. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ മറ്റ് സിംപ്ലിഫൈഡ് ഫോംസ് ഒക്കെ ഉണ്ട്. നമുക്കൊരു ട്രിഗ്ണോമെട്രിക് ഐഡന്റിറ്റി ഉപയോഗിച്ചാൽ മതി. വി നോ ദി സ്റ്റാൻഡേർഡ് റിസൾട്ട് 2 sin a sin b. What is the value of 2 sin a sin b? Sin a sin b is cos a minus b minus cos a plus b. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 sin u into sin 5t minus 5u ന്റെ വാല്യൂ ആണ്. എന്ന് പറഞ്ഞാൽ എക്ക് എന്തൊക്കെ വാല്യൂസ് കൊടുക്കണം? റീപ്ലേസ് എ ബൈ യു, റീപ്ലേസ് ക്യാപിറ്റൽ ബി ബൈ 5t minus 5u. സോ വാട്ട് ഈസ് എ മൈനസ് ബി? എയുടെ വാല്യൂ യുവും ബിക്ക് 5t minus 5ഉം കൊടുത്തു കഴിഞ്ഞാൽ എ മൈനസ് ബി എന്തായിരിക്കും? ദാറ്റ് ഈസ് യു മൈനസ് 5t minus 5u. ദാറ്റ് ഈസ് യു മൈനസ് 5t plus 5u. So that is 6u minus 5t. A minus b യുടെ വാല്യൂ കിട്ടി. What is a plus b? A plus b. A is u and b is 5t minus 5u, which is equal to u minus 5 is minus 4u plus 5t. A plus b യുടെയും a minus b യുടെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫോർമുലയ്ക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So this is equal to 2 sin u sin 5t minus 5u is equal to cos a minus b. A minus b is 6u minus 5t.
minus cos A plus B. Cos A plus B. A plus B is minus 4u plus 5t. പക്ഷെ നമുക്ക് പ്രോബ്ലത്തില് അങ്ങനെയാണെങ്കിൽ സൈൻ യു ഇൻറ്റു സൈൻ 5t minus 5u ന്റെ വാല്യൂ എങ്ങനെ കിട്ടും? Divide throughout by 2. So you will get cos 6u minus 5t minus cos minus 4u plus 5t. ഈ റിസൾട്ട് ആണ് നമുക്ക് ഇന്റഗ്രന്റ് ആയിട്ട് മാറ്റി എഴുതേണ്ടത്. ഇന്റഗ്രന്റ് മോഡിഫൈ ചെയ്യുക. സൈൻ യു ഇൻറ്റു സൈൻ 5t മൈനസ് 5u എന്നതിന് പകരം ഈ റിസൾട്ട് ഉപയോഗിക്കുക. സോ യു വിൽ ഗെറ്റ് ഇന്റഗ്രൽ 0 to t cos 6u minus 5t minus cos minus 4u plus 5t the whole divided by 2 du. Now integration linearity property apply ചെയ്യുക. Integration linearity property അനുസരിച്ചാണെങ്കിൽ ഈ 1/2 വെളിയിൽ എടുക്കാം. 1/2 into take this 1/2 outside. Now integrating term by term. What is integral of cos 6u minus 5t with respect to u? നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ടുകളുണ്ട്. ഇന്റഗ്രൽ ഓഫ് cos ax plus b with respect to x. Integral of cos ax plus b with respect to x. Answer is cosine integral sin ax plus b divided by coefficient of x. Here the coefficient of x is a. So answer is integral of cos ax plus b dx is equal to sin ax plus b divided by a. ആ റിസൾട്ട് ഉപയോഗിച്ചാണ് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം t കൊണ്ടല്ല നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, മറിച്ച് u കൊണ്ടാണ്. സോ കോഎഫിഷ്യന്റ് ഓഫ് u is 6. സോ ഇന്റഗ്രൽ ഓഫ് cos is sin 6u minus 5t the whole divided by coefficient of u. u കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. t കോൺസ്റ്റന്റ് ആണ്. t കോൺസ്റ്റന്റ് അസൈൻ ചെയ്യുകയാണ്. സോ integral of coefficient of u is 6 minus again integrating cos. Integral of cos is sin minus 4u plus 5t the whole divided by coefficient of u. We are integrating with respect to u, not with respect to t. t ഒരു കോൺസ്റ്റന്റ് അസൈൻ ചെയ്യുകയാണ്. u കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. Divided by coefficient of u, that is minus 4 within the limits from 0 to t. ഇന്റഗ്രേഷൻ കഴിഞ്ഞു. ഇന്റഗ്രേഷൻ കോസിന് ഇന്റഗ്രൽ എഴുതി, ഓരോ ടേമിന് ഇന്റഗ്രൽ എഴുതി, ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുക. ഇനി ചെയ്യേണ്ടത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് ടേം കോമൺ ഡിനോമിനേറ്റർ 6. ജസ്റ്റ് റീപ്ലേസ് u by the upper limit t. യുവിന് പകരമാണ് വാല്യൂ കൊടുക്കേണ്ടത്. സോ സൈൻ 6t minus 5t അപ്പർ ലിമിറ്റ് 6t minus 5t മൈനസ് അതിന്റെ തന്നെ ലോവർ ലിമിറ്റ് പറയുക. സൈൻ റീപ്ലേസ് u by its lower limit 0 minus 5t അപ്പർ ലിമിറ്റ് വാല്യൂ മൈനസ് ലോവർ ലിമിറ്റ് വാല്യൂ. ആദ്യത്തെ ടൈമിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കിട്ടിയിരിക്കുന്നു. ഈ മൈനസും കൂടെ ക്യാൻസൽ ചെയ്ത് പ്ലസ് എഴുതാം. കോമൺ ഡിനോമിനേറ്റർ 4. അഗൈൻ ഈ ടൈമിന്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എഴുതുകയാണ്. സൈൻ minus 4 replace u by t minus 4t plus 5t minus lower limit sin minus 4 into lower limit of u, that is 0, minus 4 into 0 plus 5t. So which is equal to which is equal to 1/2 into common denominator 6. What is 6t minus 5t? 6t minus 5t is t. So sin t minus sin 0 minus 5t. What is sin minus 5t? നമുക്ക് റിസൾട്ട് ഉണ്ട്. സൈൻ മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റ ആണ്. സോ സൈൻ മൈനസ് 5t is equal to minus sin 5t. So this time sin 6t minus 5t, that is sin t minus sin 5t plus അടുത്ത ടേം sin minus 4t plus 5t. Minus 4t plus 5t is plus t. Minus sin 0 plus 5t, that is sin 5t. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സിംപ്ലിഫൈ ചെയ്തു. ആൻസർ വേണമെങ്കിൽ ഒന്നുകൂടെയും എൽസിഎം എടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. ദിസ് ഇസ് ദി ആൻസർ. Laplace transform, inverse Laplace transform by convolution methods.
മറ്റൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Find the inverse Laplace transform of S divided by S square plus A square the whole square using convolution theorem. കൺവല്യൂഷൻ തിയറം ഉപയോഗിച്ച് ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആദ്യം നമുക്ക് കൺവല്യൂഷൻ തിയറത്തിന്റെ ഫോമിലേക്ക് ഇതിനെ മാറ്റി എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് രണ്ട് ടേംസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് ഇതിനെ മാറ്റി എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സോ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. സോ ദിസ് മനസ്സിലാവും. ദിസ് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു അഗെയിൻ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതിനെയാണ് രണ്ട് ടേമിന്റെ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റി എഴുതേണ്ടത്. സോ ഫസ്റ്റ് ടൈം ഈസ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആൻഡ് സെക്കൻഡ് ടൈം ഈസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ആദ്യത്തെ ടേമിനെ നമുക്ക് എഫ് ബാർ എസ് എന്ന് വിളിക്കാം, രണ്ടാമത്തെ ടേമിനെ ജി ബാർ എസ് എന്ന് വിളിക്കാം. അങ്ങനെയെങ്കിൽ ദിസ് ഈസ് എഫ് ബാർ എസ് ഇൻറ്റു ജി ബാർ എസ്, where f bar s is equal to f bar s എന്താണ്? ആദ്യത്തെ ടേമിനെയാണ് f bar s എന്ന് വിളിച്ചിരിക്കുന്നത്. that is s divided by a square plus a square എന്നാണ്. രണ്ടാമത്തെ ടേമിനെയാണ് നമ്മൾ g bar s എന്ന് വിളിച്ചിരിക്കുക. ഇവിടെ g bar s എന്ന് പറയുന്നത് 1 by a square plus a square ആണ്. f bar s എന്താണെന്ന് അറിയാമെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് f of t എന്തായിരിക്കും? That is L inverse of S divided by S square plus A square, which is equal to ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണല്ലോ. S divided by S square plus A square inverse cos 80 എന്നുള്ളതാണ്. cos 80. Therefore, what is f of u? f of t is equal to cos 80 എന്നാണെങ്കിൽ f of u just replace t by u, you will get f of u, that is cos AU. This is the value of f of u. നമുക്ക് g bar s നിന്ന് g of t minus u കണ്ടുപിടിക്കാം. G bar s is equal to 1 divided by S square plus A square. Therefore, G of t is equal to inverse of G bar s. That is equal to, what is inverse of 1 by S square plus A square? Standard result ഉപയോഗിക്കുക. That is 1 by A sin 80. So, what is G of t minus u? Just replace t by t minus u. You will get 1 by A into sin a into t ക്ക് പകരം t minus u കൊടുക്കുക. So that is 1 by A sin, open this bracket, 80 minus AU. This is the value of G of t minus u. So നമുക്ക് convolution theorem ഉപയോഗിക്കാം. What is the inverse of f bar s into G bar s? Convolution theorem states that inverse Laplace transform of f bar s into G bar s is equal to f of t star G of t. f of t star g of t എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അത് കൺവല്യൂഷന്റെ ഡെഫിനിഷൻ ആണ്. സോ അതിവിടെ അപ്ലൈ ചെയ്യാണ്. ദിസ് ഈസ് ഈക്വൽ ടു f of t star g of t, കൺവല്യൂഷൻ തിയറം ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു f of t star g of t എന്ന് പറയുന്നത് f of t യുടെയും g of t യുടെയും കൺവല്യൂഷൻ ആണ്. കൺവല്യൂഷന്റെ ഡെഫിനിഷൻ പറയുന്നത് f of t star g of t is equal to integral 0 to t f of u g of t minus u du എന്നാണ്. which is equal to ഈ ഇന്റഗ്രേഷൻ f of u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, g of t minus u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്രോഡക്റ്റിനെ u കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടുന്നു. നമുക്ക് ചെയ്ത് നോക്കാം. So which is equal to integral 0 to t f of u എന്ന് പറയുന്നത് cos AU ആണ്, into g of t minus u. g of t minus u is 1 by A sin 80 minus AU then du. ഈ പ്രോഡക്റ്റിനെ u കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. u കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t കോൺസ്റ്റന്റ് ആയിട്ട് അസൈൻ ചെയ്യണം. u കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. So this is equal to, നമുക്ക് linearity property അപ്ലൈ ചെയ്യാം. Take 1 by A outside the integral sign. This is equal to 1 by A into integral 0 to t cos AU into sin 80 minus AU du. ഇവിടെ ഇന്റഗ്രന്റ് എന്ന് പറയുന്നത് രണ്ട് ടേംസിന്റെ പ്രോഡക്റ്റ് ആണ്. സൈൻ cos AU sin 80 minus AU. രണ്ട് ട്രിഗ്നോമെട്രിക് ടേംസിന്റെ പ്രോഡക്റ്റ് ഇന്റഗ്രന്റിൽ വരികയാണെങ്കിൽ തൊട്ട് മുമ്പിലത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി ഉപയോഗിച്ച് അതിനെ രണ്ട് ടേംസിന്റെ സം ആയിട്ടോ ഡിഫറൻസ് ആയിട്ടോ മാറ്റി എഴുതുക. അതിനുശേഷം ഇന്റഗ്രേറ്റ് ചെയ്യുക.
നമുക്കൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. What is the value of 2 cos A sin B? 2 cos A sin B is equal to sin A plus B minus sin A minus B ആണ് trigonometric identity. 2 cos A sin B is equal to sin A plus B minus sin A minus B. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 cos AU into sin AT minus AU ന്റെ വാല്യൂ ആണ്. രണ്ടും കമ്പയർ ചെയ്യുക. ക്യാപിറ്റൽ എക്ക് പകരം സ്മോൾ എ കൊടുക്കുക, ക്യാപിറ്റൽ ബിക്ക് പകരം AT minus AU കൊടുക്കുക. So put A is equal to AU and B is equal to AT minus AU. So what is A plus B? A plus B is equal to AU plus AT minus AU. A യുടെയും B യുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സം ചെയ്യുക. AU minus A ക്യാൻസൽ ചെയ്യാം, ആൻസർ AT എന്നായി. A minus B യുടെ വാല്യൂ, A minus B is equal to A യുടെ വാല്യൂ സ്മോൾ ലെറ്റർ AU ആണ്, മൈനസ് B യുടെ വാല്യൂ AT minus AU which is equal to AU minus AT, minus into minus plus AU. So 2 times AU minus AT. So this formula becomes 2 cos AU sin AT minus AU is equal to A plus B യുടെയും A minus B യുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. That is sin A plus B. A plus B യുടെ വാല്യൂ AT മൈനസ് sin A minus B. A minus B യുടെ വാല്യൂ 2AU minus AT. ഈ റിസൾട്ട് ആണ് നമുക്ക് ആ ഇന്റഗ്രേഷനിൽ അപ്ലൈ ചെയ്യേണ്ടത്. So therefore, what is the value of cos AU into sin AT minus AU? Just divide throughout by 2. Cos AU into sin AT minus AU into value 1 by 2 times sin AT minus sin 2AU minus AT. ഈ വാല്യൂ നമുക്ക് ഇവിടെ ഇന്റഗ്രേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. This is equal to 1 by A into integral 0 to T into ഈ പ്രോഡക്റ്റിനെ നമുക്ക് മാറ്റി എഴുതാം. That is sin AT minus sin 2AU minus AT the whole divided by 2 DU. പ്രോഡക്റ്റ് എന്നുള്ളത് ഇന്റഗ്രേഷനിലെ ഇന്റഗ്രന്റ് പ്രോഡക്റ്റ് ആയിരുന്നു. അത് നമ്മൾ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ഉപയോഗിച്ച് അതിനെ രണ്ട് ടേംസിനെ ഡിഫറൻസ് ആയിട്ട് മാറ്റി എഴുതിയിരിക്കുന്നു. പ്രോഡക്റ്റിനെ ഡിഫറൻസ് ആയിട്ട് മാറ്റിയിരിക്കുന്നു. Now we can apply the linearity property. Take 1 by 2 outside the integral sign. So this is equal to 1 by 2 times 1 by A into integral sin AT minus sin 2AU minus AT DU. So that is equal to 1 by 2A into what is integral of sin AT with respect to U? നമുക്ക് ചെയ്യേണ്ടതാണ് sin AT എന്ന് പറയുന്നത് U കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. What is integral of sin AT with respect to U? U കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ T കോൺസ്റ്റന്റ് ആണ്. T കോൺസ്റ്റന്റ് ആണെങ്കിൽ sin AT കോൺസ്റ്റന്റ് ആണ്. What is integral of a constant with respect to U? What is integral of a constant with respect to U? That is K into U. K ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ integral of K into du is Ku. അതുപോലെ തന്നെയാണ് ഇവിടെ ഇന്റഗ്രേഷൻ വരിക. sin AT ഒരു കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് into U. So integral of sin AT into du is equal to sin AT into U minus ഇവിടെ sin ഇന്റഗ്രലിന്റെ ആണ്. സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. ഇന്റഗ്രൽ ഓഫ് sin AX plus B dx is equal to minus cos AX plus B the whole divided by coefficient of x, that is A. x കൊണ്ടാണ് നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ what is integral of sin 2AU minus AT with respect to U? So sin ഇന്റഗ്രൽ എന്താണ്? sin ന്റെ ഇന്റഗ്രൽ minus cos 2AU minus AT the whole divided by coefficient of U. Coefficient of U is 2A. ഇത് T ആണ്. T കൊണ്ടല്ല ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, U ആണ്. So this is integral with respect to within the limits from 0 to T. So this is equal to 1 by 2A into sin AT into upper limit lower limit ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. U ന്റെ upper limit T ആണ്, മൈനസ് U ന്റെ lower limit 0. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, ഈ മൈനസും പ്ലസ് ആകാം. നെക്സ്റ്റ് ടൈം കോമൺ ഡിനോമിനേറ്റർ 2A ആണ്. 2A cos 2A into replace U by its upper limit, you will get
2at minus at. This is the upper limit value. Minus lower limit, replace u by 0. This is cos 2 into a into 0 minus at. ഈ മൈനസും പ്ലസ് ആക്കി എഴുതിയിട്ടുണ്ട്. So this is equal to this is equal to 1 by 2a into sin 80 into t, that is t into sin 80 minus, plus common denominator is 2a cos, what is 2at minus 80? 2at minus 80 is 80 minus cos minus 80. Cos minus 80 is equal to, you know the result, cos minus theta is equal to cos theta itself. Therefore, cos minus 80 is equal to cos 80 1 by 2a into t into sin 80 plus, here the numerator is cos 80 minus cos 80, that is 0. So this is the answer. Find the inverse Laplace transform of s divided by s minus 2 into s squared plus 9 using convolution theorem. Convolution theorem ഉപയോഗിച്ച് ഇതിന്റെ inverse കണ്ടുപിടിക്കാവുന്നതാണ്. നമുക്ക് ആദ്യമേ രണ്ട് ടേംസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റി എഴുതാം. Inverse Laplace transform of first term is 1 divided by s minus 2, second term is s divided by s squared plus 9. ഓരോ ടേമിന്റെയും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഏതാണെന്ന് നമുക്കറിയാം. ഇവിടെ s divided by s minus 2 into 1 divided by s squared plus 9 എന്ന രീതിയിലും ഇതിനെ മാറ്റി എഴുതാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ s divided by s minus 2 ന്റെ ഇൻവേഴ്സ് ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് നമുക്ക് പഠിച്ചില്ല. 1 divided by s squared plus 9 എന്ന ഇൻവേഴ്സ് നമുക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഈ രീതിയിൽ ഇത് മാറ്റി എഴുതിയാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടത് ഇൻവേഴ്സ് ഏതാണെന്ന് അറിയാവുന്ന ഫംഗ്ഷന്റെ ടേംസിലേക്ക് മാറ്റി എഴുതണം. 1 divided by s minus 2 into s divided by s squared plus 9. ഇങ്ങനെ വരുമ്പോൾ 1 by s minus ന്റെ ഇൻവേഴ്സ് അറിയാം, s by s squared plus s squared ഇൻവേഴ്സ് അറിയാം. നമുക്ക് കണ്ടിന്യൂ ചെയ്താൽ ആൻസർ കിട്ടും. So this is equal to L inverse of ആദ്യത്തെ ടേമിനെ നമ്മൾ f bar എന്ന് വിളിക്കുകയാണ്, രണ്ടാമത്തെ ടേമിനെ g bar എന്ന് വിളിക്കുന്നു. Inverse Laplace transform of product of two terms ആണ് convolution theorem ഉപയോഗിച്ച് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ where f bar is equal to ആദ്യത്തെ ടേമിനെയാണ് നമ്മൾ f bar എന്ന് വിളിക്കുക, that is 1 by s minus 2, and g bar is equal to രണ്ടാമത്തെ ടേമിനെയാണ് നമ്മൾ g bar എന്ന് വിളിക്കുക, that is s divided by s squared plus 9. So what is f of t? F of t is the inverse of f bar s 1 by s minus 2, which is equal to, what is inverse of inverse of 1 by s minus a is equal to e raised to at standard result. And inverse of 1 divided by s minus 2 is equal to e raised to 2t. So this is e raised to 2. Therefore, what is f of u? F of u is equal to e raised to 2 into u of u. Similarly, what is g of t? G of t is inverse of s by s squared plus 9, which is equal to inverse of standard result s divided by s squared plus s squared. S divided by s squared plus s squared is equal to cos 80. So this is g of t minus u, which is equal to cos 3 into t minus u, or cos 3t minus 3u. So f of u I, g of t minus u I. This is equal to L inverse of f bar and g bar is equal to using convolution theorem. This is f of t star g of t, which is equal to definition of convolution integral 0 to t f of u g of t minus u du, which is equal to integral 0 to t f of u എന്ന് പറയുന്നത് e raised to 2u ആണ്, into g of t minus u. G of t minus u is cos 3t minus 3u g
ഈ പ്രോഡക്റ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഈ പ്രോഡക്റ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. കാരണം നമുക്ക് അറിയാവുന്ന റിസൾട്ട് ഇതിനൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അത്ര പെട്ടെന്ന് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കാം. അതുകൊണ്ട് നമുക്ക് ഈ റിസൾട്ട് ഉപയോഗിച്ച് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ മറ്റൊരു വിധത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. മാറ്റിയെടുത്താൽ നമ്മുടെ ഇന്റർചേഞ്ച് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കവർ ചെയ്യാം. So you just interchanging the values of F bars and G bars. ഇതിനെയാണ് ഞാൻ just ഒന്ന് മോഡിഫൈ ചെയ്യാണ്. So this is equal to the product line S divided by S square plus 9 into 1 divided by S minus 2 എന്ന് മാറ്റി എഴുതുകയാണ്. So here this is equal to F bars and G bars, where F bars is S divided by S square plus 9 and G bars is 1 by S minus 2. തൊട്ട് മുമ്പിൽ എടുത്ത F bars G bars അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ഇന്റർചേഞ്ച് ചെയ്യാം. ഇവിടെ G bars ന്റെ വാല്യൂ 1 by S minus 2, F bars ന്റെ വാല്യൂ S by S square plus 9. ആദ്യത്തെ S by S square plus 9 F bars എന്ന് വിളിക്കുക. അതുപോലെ രണ്ടാമത്തെ ടൈമിന് G bars എന്ന് വിളിക്കുക. 1 by S minus 2 ആണ് G bars എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ് G of t is equal to e raised to 2t. Therefore G of t minus n is e raised to 2 into t minus u, which is equal to e raised to 2t minus 2u, which is equal to നമുക്ക് ഇൻഡെക്സ് റൂൾ ഉണ്ട്. ഇൻഡെക്സ് റൂൾ എന്താ പറയുക? e raised to m plus n is equal to e raised to m into e raised to n. ഇൻഡെക്സ് റൂൾ ഉപയോഗിച്ച് നമുക്ക് റിപ്ലേസ് ചെയ്യാം. e raised to 2t into e raised to minus 2u. This is the value of g of t minus u. അതുപോലെ തന്നെ F bars ന്റെ വാല്യൂ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. F bars is equal to S divided by S square plus 9 ആണ്. അങ്ങനെയാണെങ്കിൽ F of t യുടെ വാല്യൂ is equal to inverse of S by S square plus 9, that is cos 3t. Therefore F of u is equal to cos 3u. So apply the convolution theorem. Inverse Laplace transform of F bars and G bars is equal to F of t star G of t, which is equal to definition of convolution, which is F of u into G of t minus u du, which is equal to integral 0 to t F of u എന്ന് പറയുന്നത് ഇവിടെ cos 3u ആണ്. cos 3u into G of t minus u. G of t minus u is e raised to 2t into e raised to minus 2u into du, which is equal to cos 3u into e raised to 2t into e raised to minus 2u ഈ പ്രോഡക്റ്റിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇന്റഗ്രേഷൻ is with respect to u ആണ്. u കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t കോൺസ്റ്റന്റ് ആണ്. t കോൺസ്റ്റന്റ് ആണ്. e raised to 2t കോൺസ്റ്റന്റ് ആണ്. e raised to 2t മുഴുവനോട് ഒരു കോൺസ്റ്റന്റ് ആണ്. So we can take e raised to 2t outside the other side. u കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് t കോൺസ്റ്റന്റ് അസൈൻ ചെയ്യാം. e raised to 2t ഒരു കോൺസ്റ്റന്റ് ആണ്. അത് ഇന്റഗ്രേഷൻ എടുക്കുന്നത് e raised to 2t into integral 0 to t cos 3u into e raised to minus 2u du. Integrand is a function of u. So this is equal to e raised to 2t into integral 0 to t. Now we can expansion that into e raised to minus 2u into cos 3u du. ഇപ്പോൾ നമുക്ക് ഇന്റഗ്രേഷൻ വളരെ പെട്ടെന്ന് ചെയ്യാം. പെട്ടെന്ന് നമ്മൾ പറഞ്ഞതുപോലെ കോംപ്ലിക്കേറ്റഡ് ഇന്റഗ്രേഷൻ അല്ല. ഇവിടെ നമുക്ക് സെന്റൻസ് ഇന്റഗ്രൽ e raised to ax into cos bx dx. e raised to ax into cos bx dx is equal to e raised to ax divided by a square plus b square into a cos bx plus b sin bx ആണ് standard result. Standard result ഓർത്തിരിക്കണം. Integral of e raised to ax into cos bx dx is equal to e raised to ax divided by a square plus b square into within bracket a cos bx plus b sin bx. മറ്റൊരു റിസൾട്ട് ഉള്ളത് e raised to ax into sin bx dx ആണ്. Answer single result ആണ്. e raised to ax divided by a square plus b square into a sin bx minus b cos bx ആണ്. ഈ രണ്ട് റിസൾട്ട്സ് ഓർത്തിരിക്കേണ്ടതാണ്. നമ്മൾ ഈ റിസൾട്ട് ഉപയോഗിച്ചാണ് പ്രോബ്ലം ചെയ്യുക. നമുക്ക് വേണ്ട റിസൾട്ട് e raised to minus 2u
into cos 3u du ന്റെ ആൻസർ ആണ് കണ്ടത്. ഇവിടെ ഏതെല്ലാം വാല്യൂസ് മാറ്റി കൊടുത്താൽ നമുക്ക് റിസൾട്ട് കിട്ടും. ഇവിടെ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു x ആയിരുന്നു, ഇവിടെയാണ് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു u ആണ്. അതുകൊണ്ട് നമുക്ക് x ന് പകരം u കൊടുത്തേ പറ്റും. Here we are integrating with respect to x, but in this case we are integrating with respect to u, so x must be replaced by u. ഇതുപോലെ cos bx, ഇവിടെ ഒരു cosine ടേം ഉണ്ട്, ഇവിടെയും ഒരു cosine ടേം. cos bx എന്നുള്ളത് മാറി cos 3u ആകണം. cos bx എന്നുള്ളത് എങ്ങനെയാണ് cos 3u ആകുക? cos bx cos ഇവിടെ b x ന് പകരം ഓൾറെഡി u കൊടുത്തു പറഞ്ഞാൽ cos bu is equal to cos 3 ആകണം. cos bu cos 3u ആകണമെങ്കിൽ b ക്ക് പകരം 3 കൊടുക്കണം. ഇവിടെ രണ്ട് cosine terms വരികയാണ്. cos bx ന്റെ വാല്യൂ cos 3u ആകുന്നത് എപ്പോഴൊക്കെയാണ്? cos bx equal to cos 3u when, but we know that x is equal to u, so cos bx becomes cos bu, so cos bu equal to cos 3u, or if b is equal to 3. ഇനി അടുത്തത് നമുക്ക് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് ആണ്. e raised to ax ഉണ്ട്, e raised to minus 2u ആണ്. ഈ എക്സ്പോണൻഷ്യൽ ടേംസ് നമ്മൾ കണ്ടുപിടിക്കുക. e raised to ax is equal to e raised to minus 2u. നമുക്കറിയാം x ന്റെ വാല്യൂ u കൊടുക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ കിട്ടി. so cos e raised to au, e raised to au is equal to e raised to minus 2u, which implies രണ്ട് മീറ്റർ ആണെങ്കിൽ എക്സ്പോണന്റിന്റെ വാല്യൂ a യുടെ വാല്യൂ minus 2 ആണ്. a യുടെ വാല്യൂ minus 2 ആണ് കിട്ടി, b യുടെ വാല്യൂ 3 എന്ന് കിട്ടി. ഇന്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് അതിന്റെ ആൻസർ കിട്ടാം. so this is equal to e raised to a ക്ക് വാല്യൂ കൊടുക്കേണ്ട വാല്യൂ minus 2 ആണ്, minus 2x divided by a square is minus 2 the whole square plus b square, b യുടെ വാല്യൂ 3 ആണ്, into a is minus 2 into cos b is 3. Let's say u ആണ്, cos 3 b u plus b യുടെ വാല്യൂ 3 ആണ്, 3 into sin b is 3, x is u. ഇതാണ് ഈ ഡയറക്ഷൻ വാല്യൂ. ഈ വാല്യൂ ആണ് ഇവിടെ എഴുതേണ്ടത്. so this is equal to e raised to 2t into ഈ ഡയറക്ഷന്റെ വാല്യൂ എഴുതുക, e raised to minus 2u divided by minus 2 the whole square plus 3 square into a cos minus 2 into cos 3u plus 3 sin 3u within the limits 0 to t. ഇന്റഗ്രേഷന്റെ റിസൾട്ട് ഉപയോഗിച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കൂടി ഉള്ളൂ. എങ്ങനെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ എഴുതാം? നമുക്ക് ഈ എക്സ്പോണൻഷ്യൽ ടേം കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ത്രൂ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യാം. अपने ब्रैकेट कॉमन डिनोमिनेटर minus 2 square, that is 4 plus 3 square, upper limit e raised to minus 2 into replace u by t, e raised to minus 2t into upper limit minus 2 into cos 3 u value cos 3t plus 3 sin 3 u upper limit t കൊടുക്കുക. This is the value of upper limit. upper limit value, lower limit value. So this is equal to minus of replace u by 0, e raised to 0 divided by 4 plus 9 minus 2 square plus 3 square is 4 plus 9 into minus 2 into cos 3 into 0, cos 0 is 1 minus plus 3 into sin 3u, u by 0 which is sin 0 and 0 is 0. So e raised to 2t constant term within the bracket upper limit minus lower limit. So this is equal to e raised to 2t into this is e raised to minus 2t divided by 13 into minus 2 cos 3t plus 3 sin 3t minus e raised to 0 is 1 minus plus e term is 0 and going minus cancel here, that is plus 2 divided by 13. This is the answer. On the automatic simplify here, you can take 1 by 13 outside, multiply each term by e raised to 20. Oh, this is the answer.